ഗെയിം ഓഫ് ത്രോൺസ് ഈ സീരീസ് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരേണ്ട കാര്യമില്ല. ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം പേരും ഇതിനോടകം തന്നെ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടു കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ കാണാനിരിക്കുന്നവരാണ്. ജോർജ് ആർ മാർട്ടിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ നോവൽ സ്ക്രീനിലെത്തിച്ചപ്പോൾ TV സീരീസുകളുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ഇതിഹാസമായി മാറി. GOTയുടെ ബ്യൂട്ടി, അതിലെ പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സും ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കഥാസന്ദർഭങ്ങളും തന്നെയാണ്. നമ്മൾ അവസാനം വരെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന പല ക്യാരക്ടേഴ്സിനെയും ആരംഭത്തിൽ തന്നെ കൊന്നൊടുക്കുന്നത് കണ്ട് അന്തം വിട്ടിരുന്നവരാണ് നമ്മളിൽ പലരും. ആരെയും തൃപ്തിപ്പെടുത്താൻ നോക്കാതെ കഥയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കഥ പറച്ചിൽ ഒരുപക്ഷെ ഈ ഒരു ഫാക്ടർ തന്നെയാണ് GOTയെ മറ്റു സീരീസുകളിൽ നിന്നും വ്യത്യസ്തമാക്കിയിരുന്നത്. എന്നാൽ സീസൺ 8 നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചു. ദി വോസ്റ്റ് ഫിനാലെ ഫോർ എ ഗ്രേറ്റ് സീരീസ്, അതായിരുന്നു സീസൺ 8. ലോകമെമ്പാടുമുള്ള ഫാൻസിനെ നിരാശയിലാഴ്ത്തിയ സീസൺ റീഷൂട്ട് ചെയ്യണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടു. എന്നാൽ ഇനി അങ്ങനെയൊന്ന് ഉണ്ടാകില്ല എന്ന് ക്രിയേറ്റേഴ്സ് തീർത്തു പറഞ്ഞു. GOTയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുന്നതുമായി പ്രതീക്ഷിച്ച് നമ്മളിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് ഫലം കണ്ടു എന്ന് തന്നെ പറയാം. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു പ്രീക്വൽ ഇറക്കാൻ HBO തീരുമാനിച്ചിരിക്കുന്നു. ഹൗസ് ഓഫ് ഡ്രാഗൺ എന്നാണ് ഈ സീരീസിൻ്റെ പേര്. അപ്പോൾ ഇന്ന് ഹൗസ് ഓഫ് ഡ്രാഗൻ്റെ അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നേരെ വീഡിയോയിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ GOTയുടെ പ്രീക്വലായിട്ട് HBOയുടെ പ്രൊഡക്ഷനിൽ ഇറങ്ങുന്ന സീരീസാണ് ഹൗസ് ഓഫ് ഡ്രാഗൺ. ഗെയിം ഓഫ് ത്രോൺസിലെ സംഭവങ്ങൾ നടക്കുന്നതിന് 300 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് ഈ സീരീസിൽ നമുക്ക് കാണാൻ സാധിക്കുക. ജോർജ് ആർ മാർട്ടിൻ്റെ ഫയർ ആൻഡ് ബ്ലഡ് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സീരീസ്. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് ടാർഗേറിയൻസിൻ്റെ ഹിസ്റ്ററിയാണ്. ഹൗസ് ടാർഗേറിയൻ്റെ തന്നെ ഓരോ വിഭാഗങ്ങളും ഇഷ്ടം പോലെ ഡ്രാഗൺസും യുദ്ധങ്ങളുമൊക്കെ സീരീസിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഹൗസ് ഓഫ് ഡ്രാഗൺ ഡയറക്റ്റ് ചെയ്യുന്നത് മിഗൽ സ്പോച്നിക് ആണ്. GOTയിലെ ഫേമസ് എപ്പിസോഡ്സ് ആയ ബാറ്റിൽ ഓഫ് ബാസ്റ്റേർഡ്സ്, ഹാർഡ് ഹോം, വിൻഡ്സ് ഓഫ് വിൻ്റർ തുടങ്ങിയ എപ്പിസോഡ്സ് ഡയറക്റ്റ് ചെയ്തതും ഇദ്ദേഹം തന്നെയാണ്. കാസ്റ്റിംഗിലേക്ക് വരുവാണെങ്കിൽ ഇതുവരെ ഒരു അപ്ഡേറ്റ് മാത്രമേ HBO പുറത്തുവിട്ടിട്ടുള്ളൂ. സീരീസിൽ കിങ് വിസേരിസ് ടാർഗേറിയനായി എത്തുന്നത് പാഡി കൺസൊഡൈൻ ആണ്. കേട്ടത് സത്യമാണെങ്കിൽ ട്രാവിസ് ഫിമലും ഹൗസ് ഓഫ് ഡ്രാഗനിൽ ഉണ്ടാകും. വൈക്കിങ്സിൽ റഗ്നാർ ലോത്ത്ബ്രക്ക് ആയെത്തി ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചയാളാണ് ട്രാവിസ്. എന്നാൽ ഇത് ഒഫീഷ്യലായിട്ട് HBO കൺഫേം ചെയ്തിട്ടില്ല. പ്ലോട്ടിലേക്ക് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൗസ് ടാർഗേറിയൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് ഈ സീരീസിൽ കാണാൻ സാധിക്കും. കൂടാതെ ബാക്കിയുള്ള ഹൗസസിൻ്റെയൊക്കെ ഒറിജിൻ സ്റ്റോറി സീരീസിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഡാൻസ് ഓഫ് ഡ്രാഗൺസ് എന്ന ഇവൻ്റാണ് സീരീസിൻ്റെ മെയിൻ അട്രാക്ഷൻ. ടാർഗേറിയൻസിൻ്റെ തന്നെ പല വിഭാഗങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു സിവിൽ വാറാണ് ഡാൻസ് ഓഫ് ഡ്രാഗൺസ്. കൂടാതെ ഡാൻസ് ഓഫ് ഡ്രാഗൺസിന് മുമ്പ് നടക്കുന്ന ഏഗൻസ് കോൺക്വസ്റ്റും ഒരുപക്ഷെ സീരീസിൽ കാണാൻ സാധിക്കും. ഏഗൺ 1 വെസ്റ്ററോസ് കീഴടക്കുന്നതാണ് ഏഗൻസ് കോൺക്വസ്റ്റ്. GOTയിലെ ഡ്രാഗൺസിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള കുറേയധികം ഡ്രാഗൺസിൻ്റെ ഒരു തീക്കളി തന്നെ നമുക്ക് ഈ സീരീസിൽ കാണാൻ പറ്റുമെന്ന് ചുരുക്കം. ഹൗസ് ഓഫ് ഡ്രാഗൻ്റെ റിലീസ് ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. എന്തായാലും 2022 ഇതിൻ്റെ വരവ് നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യ സീസണിൽ മൊത്തം 10 എപ്പിസോഡ്സ് മാത്രം ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. GOTയുടെ അവസാനം കണ്ട് നിരാശരായ നമുക്ക് ഒരു ആശ്വാസം തന്നെയാണ് ഹൗസ് ഓഫ് ഡ്രാഗൺ എന്ന സീരീസ്. HBOയുടെ പ്രൊഡക്ഷനിൽ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പേടിക്കണ്ട. ഗെയിം ഓഫ് ത്രോൺസിനേക്കാൾ ഒരു പിടി മുന്നിൽ നിൽക്കാൻ ഈ സീരീസിന് സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. See you all in a